എന്ത് എന്ത് ആരാ പറഞ്ഞതാണ്? ശരിയല്ലേ? മൂക്കിന്റെ മുള്ള പറയുമ്പോഴേക്ക് മനസ്സിലായില്ലേ? അത്രയ്ക്ക് ശുദ്ധിക്കാരനാണേ. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ ചോട്ടുനിന്ന് ഈ മകനെ കൊണ്ടുപോകാൻ പറ്റും. അദ്ദേഹമാണെങ്കിൽ ഇങ്ങനെ അപ്പോൾ എങ്ങനെ സൂക്ഷിക്കണേ മകനെ, ഒരു ദിക്കിലും ഒരാളെയും കാണിക്കാതെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടീനെ അതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? എന്താ ചെയ്യുക? അങ്ങനെ ഈ അംഗമഹാരാജാവ് ലോമപാദൻ എന്ത് ചെയ്തു? അദ്ദേഹം തീരുമാനിച്ചു കുട്ടിയെ കൊണ്ടുവരുത്താനായിട്ട് അദ്ദേഹത്തിന്റെ ഭാണ്ഡകസുതം രാജൻ സർവോപായൈരിഹാനയ ആനയ ച മഹീപാല ഋഷ്യശൃംഗം സുസൽകൃതം പ്രയച്ഛ കന്യാം ശാന്താം വൈ വിധിനാ സുസമാഹിത. ഈ അംഗരാജാവിന് ഒരു പുത്രി ഉണ്ടായിരുന്നു, അംഗരാജാവ് ലോമപാദന്. ആ പുത്രിയുടെ പേരാണ് ശാന്ത. ശാന്ത ദശരഥന്റെ മകളല്ല കേട്ടോ. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ? ദശരഥന്റെ മകളല്ല. അതിവിടെ പറഞ്ഞ സമയത്ത് ദശരഥന്റെ സുഹൃത്തായിരുന്നു അംഗരാജാവ് എന്ന് പറയും. എന്നിട്ട് പറയും തസ്യ ശാന്ത നാമ പുത്രി അസീത്, അദ്ദേഹത്തിന് ശാന്ത എന്ന് പറഞ്ഞ മകളും ഉണ്ടായി എന്ന് പറയുമ്പോൾ ചില വ്യാഖ്യാതാക്കന്മാർ വിചാരിച്ചു തസ്യ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞപ്പം അത് ദശരഥനാണെന്ന് ചിലർ വ്യാഖ്യാനിച്ചു. ചിലരെന്ത് പറഞ്ഞു? ലോമപാദനാണെന്ന്. അപ്പൊ ലോമപാദന്റെയാണ് ദശരഥന് മക്കളില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. മനസ്സിലാവണില്ലേ? ആ തസ്യ എന്നുള്ള പ്രയോഗത്തിലുണ്ടായി ചെറിയൊരു ആശയപെശകാണ്. ആ ദാക്ഷിണാത്യ പാഠത്തിലൊക്കെ ചില ഇത് വന്നത് കാരണമാണ് ഇങ്ങനെ ശാന്ത മകളുണ്ട്, അദ്ദേഹത്തിന്റെ മകളാണ്, ദശരഥന്റെ മകളാണെന്ന് തെറ്റിദ്ധരിച്ച് പറയാനേ ഇടയായത്. അപ്പൊ ദശരഥന്റെ മകളല്ല, അംഗരാജാവിന്റെ മകളാണ് ശാന്ത. അപ്പൊ ഈ ശാന്ത എന്ന് പറഞ്ഞ കുട്ടിയെ കൂടെ ഇദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ രാജാവ് കുറെ ഗണികമാരെയും വാരസ്ത്രീകളൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ ഈ വഞ്ചിയൊക്കെ കൂട്ടിക്കെട്ടിയിട്ട്, വഞ്ചി തോണിയില്ലേ, തോണി ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് അതിൽ മരങ്ങളൊക്കെ പിടിപ്പിച്ച് ആശ്രമം പോലെയൊക്കെ കെട്ടിയുണ്ടാക്കി. നമ്മളിപ്പോൾ ഈ കാഴ്ചക്കൊക്കെ കൊണ്ടിറക്കില്ലേ ചില വിശേഷങ്ങൾക്ക്? കാഴ്ച വണ്ടിയിൽ ലോറിയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാഴ്ച കൊണ്ടുപോകണോ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതേമാതിരി ഇത് തോണിയിലാണെന്ന് മാത്രം കെട്ട് കാഴ്ച പോലെ ആശ്രമവും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുത്തി തുഴഞ്ഞ് പണിക്കാരെ തോണി ഇങ്ങ് പുഴയെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഈ കാടിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ മരത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടു, കെട്ടുവെള്ളം പോലെ കെട്ടിയിട്ടിട്ട് ഈ ഇതിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അവരെന്താ ചെയ്തു വെച്ചാൽ ഭാണ്ഡക മഹർഷിയുടെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മഹർഷി രാവിലെ 8:15 ബസ്സിനാണ് പോണത് എന്ന് കണ്ടുപിടിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ 6:15 മറ്റേ വണ്ടിക്കാണ് വരിക എന്ന് മനസ്സിലായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ വരുന്നില്ല. അത്രയും സമയം എന്താണ് മകൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പം അത് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തു? അങ്ങനെ മഹർഷി 8:15 ബസ് കയറി ഉറപ്പായി, ബസ് ആ വളവ് തിരിഞ്ഞ് പോയി എന്ന് ഉറപ്പായപ്പോൾ ഇവരെന്ത് ചെയ്തു? മെല്ലെ സ്ത്രീകൾ തോണിയിൽ നിന്ന് ഇറങ്ങി. തോണിയിൽ പറഞ്ഞാൽ കെട്ടുവെള്ളം കെട്ടിയിട്ടാക്കിയില്ലേ, അതിന് ഇറങ്ങിയിട്ട് ഇവരാച്ച നല്ല പൂവും മാലയൊക്കെ ചൂടി നല്ല മറ്റേ ആ കാറ് കഴുകണ സാധനം കൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ടാണ് വരണത്. അങ്ങനെയുണ്ടല്ലോ, അതൊക്കെ വളരെ കേമായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ കേമായിട്ടാണ് വരണതേ. അവരെന്ത് ചെയ്തു? നല്ല ഉടുപ്പൊക്കെ കൊടുത്ത് അങ്ങനെ സെൻ്റൊക്കെ പൂശിയിട്ട് നല്ല ജാതി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഈ കുമാരനാച്ചങ്ങനത്തെ കൂട്ടരെ കണ്ടിട്ടേ ഇല്ലേ. അപ്പോൾ ഇവർ വന്നപ്പോൾ ഈ കുമാരൻ അങ്ങനെ നോക്കി, ജാതി ഒരു സാധനത്തെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അതൊക്കെ കണ്ടൊക്കെ എന്താണ് നരച്ചേ? തടിക്കാരായ മഹർഷിമാരില്ലേ കണ്ടത്? അച്ഛൻ അങ്ങനെയാണല്ലോ, അച്ഛൻ്റെ കൂടെ വരണവരൊക്കെ ആ ജാതി ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചു ആരാ നിങ്ങളാ ചോദിച്ചു. ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു മുനികുമാരന്മാരാണ്. നന്നായി, സന്തോഷമായി. എവിടെയാണ് നിങ്ങളുടെ ആശ്രമം? ഇവിടെ അടുത്ത് തന്നെയാണേ. ഊല്ല എന്നാൽ ഞാൻ കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഊല്ലേ, നന്നായി. ഇവരെന്ത് ചെയ്യും? വന്നിട്ട് ഈ കുട്ടിക്ക് എന്ത് ചെയ്തു? ലഡു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ മുറ്റത്തെ വള്ളിയമ്പലുണ്ടായ കായാണ്. ആ കുട്ടി അജാതി കായെന്നത് അവർക്ക് അറിയുള്ളവരോ പഴല്ലേ തിന്നിട്ടുള്ളൂ. അതിതങ്ങോട്ട് തിന്നിട്ട് ചോദിച്ചു, ഇനി ഉണ്ട ജാതി ചൊവ്വുണ്ടേ. ഇവരതൊരു കിലോ വാങ്ങിയിട്ടാണ് വന്നത്. ഓരോന്നും ഇങ്ങനെ കൊടുത്തു. സാധു കഴിച്ചു, നന്നായി, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം ഇവറ്റുള്ളൊരു മണമുണ്ടേ. എന്ത് മണം? ദുബായിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ തേച്ചിട്ടുണ്ടല്ലോ ദേഹത്ത്, നല്ല മണമുണ്ട്. നല്ല രസമുണ്ട്, തരക്കാടില്ല എന്നൊക്കെ പറയാം. മുടിയൊക്കെ തൊട്ട് നോക്കിയിട്ട് എൻ്റെ മുടിയൊക്കെ ചകിരി പോലെ ഉണ്ടല്ലോ പറന്ന് പറഞ്ഞിട്ട്. അത് ഈ ജഡയല്ലേ. ഇതാണെങ്കിലോ നല്ല പൻ്റെ കാറ് കഴുകണമെന്നോട്ട് ഇങ്ങനെ മിനിസാക്കി നല്ല സന്തോഷം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? രാവിലെ വരും, വർത്തമാനം പറഞ്ഞ അവിടെ ഇരിക്കും. അപ്പം നല്ല രസമുണ്ട് അവരോട്. നല്ല അവർ പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്ത് സ്വരമായിട്ടാണ് പാടുന്നത്? ഇവിടുത്തെ മഹർഷിമാരൊക്കെ പറ 5 മിനിറ്റ് കേൾക്കാൻ തോന്നില്ല. ഇത് നല്ല സ്വരമായിട്ട് പാടണു, രസായിയേ നന്നായിട്ടു. അപ്പം അവരെന്ത് ചെയ്തു? 6:15 മറ്റേ ബസ്സിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോയി. ശരി, ഞങ്ങൾക്ക് ഹോമത്തിൻ്റെ നേരമായി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ മറ്റേക്ക് ഹോമത്തിന് മറ്റുള്ള ഹോമിക്കും ദേഷ്യം വന്നാൽ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ പോയി. പിറ്റേന്നും രാവിലെ അങ്ങനെ കുറച്ച് ദിവസം ഇവരിങ്ങനെ വന്ന് പിറ്റേന്ന് കൊണ്ടുവന്ന പലഹാരം മറ്റേതാണേ. മറ്റേതാകില്ലേ, ആകൃതിയും പ്രകൃതിയിലും ഇങ്ങനെയുള്ളത്. അതാ കൊണ്ടുവന്നത്. അയ്യോ ഇത് എവിടുത്തെ ചോദിച്ചു. ഇത് ഞങ്ങളുടെ മുറ്റത്തൊരു മരം ഉണ്ട്, അതിൻ്റെ മുകളിലത്തെ കായ കുരു ഉണ്ടാവില്ല കേട്ടോ, തിന്നോളൂന്നും പറഞ്ഞു. സീഡ്ലെസ് ആണെന്നും പറഞ്ഞു.
അങ്ങനെ അതൊക്കെ പാവം കുട്ടി നോക്കൂ, ഇതൊക്കെ തമാശയ്ക്ക് നേരം പോക്കിനും പറയല്ലിട്ട്. നമ്മളൊക്കെ മക്കളെ വളർത്തുമ്പോഴേ നിലത്തിരുത്തി വളർത്തണം കേട്ടോ. ആണായാലും പെണ്ണായാലും ലോകവും കാലവും സ്ഥിതിയും രൂപവും ഇല്ലാതെ വളർന്നാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും കൂടി കാണിക്കാനാണ് വേദവ്യാസ ഭഗവാൻ ഭാരതത്തിലും ഈ വാൽമീകി മഹർഷി രാമായണത്തിൽ ഈ കഥ പറയണതേ. നമ്മൾ ഈ അണ്ടല്ലാണ്ട് ബൊമ്മയെ പോലെ വളർത്തുമ്പോൾ ഒന്ന് ഒടുക്കണ്ടാവുന്ന ബുദ്ധിമുട്ട് കാണിക്കാനാണ്. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കണവരായാലും സന്തോഷവും സന്താപവും ദുഃഖവും സുഖവും പല ജാതി സാഹചര്യം ഉണ്ടാവില്ലേ. കുട്ടികളെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല, എനിക്ക് എന്ത് ലോകത്തുനിന്ന് ആരറിയണം, അവരറിയണം. ഇല്ലെങ്കിൽ പിന്നീട് നമ്മുടെ കാലം കഴിഞ്ഞാൽ അവർ കഷ്ടത്തിലാവും. നമ്മളങ്ങോട്ട് പോവുകയും ചെയ്തു, ദുശ്യം ഇല്ല എന്ന് വന്നാൽ കുട്ടികളെ വിഷമിക്കില്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രായോഗിക രീതിയിൽ വേണം എല്ലാം ചെയ്യാൻ, അല്ലാതെ ഒരു അന്തല്യായിൽ കാണിക്കരുത്. ഈ കുട്ടി എന്നിട്ട് പാവം ഇവർ പറയണ വർത്തമാനമൊക്കെ കേട്ട് ഇവരുടെ ചിരിച്ചും പറഞ്ഞ വർത്തമാനം എല്ലാം കേട്ടും സന്തോഷിച്ച് നല്ല രസാർന്നേ. അങ്ങനെ ഇവർ വൈകുന്നേരമായി പോവും. അങ്ങനെ ഒരു ദിവസം ഇവർ ചോദിച്ചു, ഇങ്ങനെയുണ്ട് സന്തോഷം. ഇവർ ഓരോ ദിവസം വരുമ്പോൾ ഓരോ ജാതി പലഹാരങ്ങൾ സമ്പ്രദായങ്ങളൊക്കെയാണ് കൊണ്ടുവരും. അതൊക്കെ കഴിച്ചും ചിരിച്ചും രസിച്ചും കഴിച്ചു കൂട്ടി ഒടുക്കപ്പം എന്താ ഡയേ ചോദിച്ചാൽ, ഒരു ദിവസം ചോദിച്ചു, കുമാരൻ ചോദിച്ചു, നിങ്ങളുടെ ആശ്രമത്തിൽ അപ്പം എന്താ ഇരിക്കില്ലേ കാര്യം? അവിടെ മഹാകേമ കുട്ടിയെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ വേണ്ട കുട്ടിയെ വന്നാ വേഷം, നിന്റെ അച്ഛനും സമ്മതിക്കില്ല. എന്താ കാരണം? ശരി, അച്ഛൻ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടും. ഞാൻ ഇല്ല. അല്ല, ഞാൻ അങ്ങനെയല്ല, ഉണ്ണി വേണമെങ്കിൽ വന്നോളൂ കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങടെ 6:15 അപ്പോഴേക്കും ഇങ്ങോട്ട് എത്തിയാൽ പോരെ ചോദിച്ചു. അത് മതി, നമുക്ക് അത്ര നേരം അവിടെ വന്നോളൂ എന്നും. അങ്ങനെ ഈ പെണ്ണുങ്ങളൊക്കെ കൂടി പാവം പറ്റിച്ച് എന്ത് ചെയ്ത് കുട്ടിയെ കൊണ്ടുപോയി അവരവരുടെ ആശ്രമത്തിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയി. ഇവരുടെ ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താ, വഞ്ചിയിൽ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ആ തോണിയിൽ കെട്ടിയിട്ടുണ്ടാക്കിയ ആശ്രമല്ലേ. അതിലേക്ക് മെല്ലെ ഇതിലേക്ക് കയറാതെ അതിലേക്കിരുന്നു. കുത്തി തുഴയുന്ന പണിക്കാർ അവിടെ നല്ലോണം മറ്റേതൊക്കെ കഴിച്ച് ശക്തന്മാരായിട്ടിരിക്കണവർ അങ്ങോട്ട് തുഴയാൻ തുടങ്ങി. ആരും അറിയാതെ ഈ കുട്ടി ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഇത് എവിടേക്ക് പോകുന്നുണ്ട്, വന്ദേ ഭാരത് പോണ മാതിരി പോവുകയാണ്. ഏത് തോണി വെള്ളത്തിൽ കൂടി കുട്ടി അറിയണില്ലല്ലോ. അയോ വർത്തമാനം പറഞ്ഞ് ഇരുന്ന് എവിടെ എത്തി? ആ ഉണ്ണി അറിയാതെ അംഗരാജ്യത്തെത്തി. അംഗരാജ്യത്തെത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളോ പറഞ്ഞ അവിടേക്ക് അങ്ങോട്ട് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് മഴ അങ്ങോട്ട് പെയ്തില്ലേ. പണ്ട് 18 പെയ്ത ജാതിയിൽ വെള്ളം അങ്ങോട്ട് പൊന്തി. എന്ത് ജാതി മഴയാ പെയ്ത്. വലിയ സന്തോഷം. അങ്ങനെ കുമാരൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ മഹാരാജാവും സന്തോഷമായി. മഹാരാജാവ് അദ്ദേഹത്തെ നല്ലോണം സൽക്കരിച്ചു. മകള് ശാന്ത ഉണ്ടായിരുന്നു, ആ കുട്ടിയാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഈ ഉണ്ണിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോഴേക്ക് എന്താണ്ടായത്, വിഭാണ്ഡക മഹർഷി വൈകുന്നേരം ആകുമ്പോൾ വന്നപ്പോഴല്ലേ വിവരം അറിയുന്നത്. എന്താ പറയുന്നത്, കിഡ്നാപ്പിങ്. എന്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ആരോ വന്ന് കൊണ്ടുപോയി. മഹർഷിക്ക് അദ്ദേഹം പിന്നെ നല്ല ജ്ഞാനി ആയതുകൊണ്ട് ആരാ കൊണ്ടുപോയി നോക്കി ഇഷ്ടണ്ടല്ലോ. ദേഷ്യം കണ്ട് പിടിച്ചിട്ട് അദ്ദേഹത്തിന് ഇവര് വഞ്ചിയിൽ പുഴയെ കൂടി ആയതുകൊണ്ട് വേഗം പോകും. അദ്ദേഹത്തിന് തോണിയും വഞ്ചിയൊന്നും ഇല്ലാത്ത നടന്നിട്ടാ പോകുന്നത്. അപ്പൊ ഈ മഹാരാജാവാണെങ്കിൽ നല്ല വിദ്വാനാ. ലോമപാതനെ ഇവിടെ മഴയും ഇങ്ങോട്ട് പെയ്തപ്പോഴേക്ക് നല്ലോണം അങ്ങോട്ട് ഭൂമിയൊക്കെ പുഷ്ടിപ്പെട്ടു മുളയ്ക്കാൻ തുടങ്ങി. ഓരോന്നൊക്കെ നല്ല കൃഷി നന്നായി വന്നി. രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ, മഹർഷി വരും, ഏതാണ്ട് മഴയാണെങ്കിലും ഇവിടെ തീപിടുത്തത്തിന് കുറവുണ്ടാവില്ല എന്ന് ആർക്ക് തോന്നി? എന്ത് തീപിടുത്തം? അദ്ദേഹം അങ്ങോട്ട് വന്ന വെട്ടുമുളിച്ചപ്പാടൊക്കെ തുടങ്ങി എന്തുണ്ടാവും? ആകെ തീയും പുകയും ശാപവും അതും ഇതൊക്കെ ആവും നാശം ഉണ്ടാവുക. അപ്പൊ അത് കണക്കാക്കിയിട്ട് മഹാരാജാവ് എന്ത് ചെയ്തു, ഈ മഹർഷി വരണ വഴിയിലൊക്കെ ആ പോലീസ് എയ്ഡ് പോസ്റ്റ് ഇല്ലേ, അവിടെയൊക്കെ എന്ത് ചെയ്തു, ആൾക്കാരെ നിർത്തി, ഉദ്യോഗസ്ഥന്മാരെ നിർത്തി. എന്നിട്ട് രാജാവിൻ്റെ കൊട്ടാരം നോക്കി മഹർഷി ഇങ്ങനെ അരിശം കയറി ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്ന് വരുമ്പോൾ ആദ്യത്തെ വഴി ചോദിക്കാൻ അവിടെ കയറി ചോദിച്ചു, ഈ രാജാവിൻ്റെ കൊട്ടാരം എവിടെയോ ചോദിച്ചു. മഹർഷീശ്വര, രാജാവിൻ്റെ കൊട്ടാരം എന്താ, നേരെ ഈ വഴി പോയാൽ മതി, നേരെ ചെന്നാൽ കൊട്ടാരത്തിലെത്തും. മഹർഷേ, ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ അങ്ങയുടെ മകന് രാജാവ് കൊടുത്തതാണ്, ഈ കണ്ണെത്താത്ത കൃഷിഭൂമി. അപ്പോൾ മഹർഷി ചോദിച്ചു, ഉവ്വ ശരി, ആര് പോയി? ഒന്നും മോനെ ഒടിഞ്ഞു. ഏതിൻ്റെ മോനെ? കൂർപ്പൊന്നും ഒടിഞ്ഞു. അടുത്ത പോസ്റ്റ് ചെന്നു. കൊട്ടാരത്തേക്കുള്ള വഴി ഏതാ ചോദിച്ചു. രാജാവിൻ്റെ കൊട്ടാരത്തേക്ക് നേരെ നടന്നാൽ കൊട്ടാരത്തിലെത്തും. മഹർഷീശ്വര, ഈ കണ്ണെത്താത്ത ഭൂമി അങ്ങയുടെ മകന് രാജാവ് കൊടുത്തതാണ്. മറ്റേ മോനെയും ഒടിഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ പറയണ്ടല്ലോ വിസ്തരിച്ച്. കൊട്ടാരത്തിൽ എത്തണതോ വരെ 16 17 8 പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്താ പറഞ്ഞത്? കണ്ണത്താ ഒരേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് എല്ലാവർക്കും കൊടുത്തത്. രാജാവ് എല്ലാവരും പറഞ്ഞത് ഒരേ ജാതിയാ. കൊട്ടാരത്തിൽ വന്ന മഹർഷി എന്ത് ചെയ്തു, രാജാവിനും കണ്ടപ്പം ചുക്കള്ളുണ്ടോ ചോദിച്ചു. എന്താ രാജാവ് നടന്നതിന്റെ ക്ഷീണം തീർക്കാൻ ചുക്കള്ളുണ്ടെങ്കിൽ കൊണ്ടുവരുന്നു എന്നുവെച്ചാൽ അർത്ഥം ശപിക്കാൻ വന്ന ആളാണ്. എന്തായിട്ട് തീരുന്നു?
കേട്ടോ? ആ മഹർഷിയെ ശമിപ്പിക്കാൻ രാജാവ് നല്ല വിദ്യ ചെയ്തത്, ശമിപ്പിച്ചു. അങ്ങനെ ശാന്തനായ മഹർഷി കൊട്ടാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ലേശം മുഷ്ടിലൊക്കെ ഉണ്ടായി. എന്നാലും അദ്ദേഹം മകനോട് പറഞ്ഞു, സാരമില്ല, ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇവിടെ കുറച്ചാൾ കഴിഞ്ഞു കൂടിക്കോളൂ, എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോന്നോളൂ പറഞ്ഞു മഹർഷി തിരിച്ചു പോരും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? നോക്കൂ, ആ കുട്ടി ഇങ്ങനെ വളർത്തുക കാരണമല്ല ഇങ്ങനെയൊക്കെ ഓരോ തരം തല്ലിയിൽ ചെന്ന് ചാടിയത്. ഇല്ല, ചന്നേ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങനെ പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളൊക്കെ ഇട്ട് നോക്കിയും കണ്ട് നടക്കണം. അല്ലാതെ നമുക്കിപ്പോൾ ചിലത് കാണാൻ വയ്യ വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കാണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഇഷ്ടമില്ലാത്തതിനെയൊക്കെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു സഹിഷ്ണുതയൊക്കെ എല്ലാറ്റിനോടും വേണം. അങ്ങനെയല്ലേ വേണ്ടത്? ഇപ്പം നമ്മൾ കഴിക്കണമെന്നാവില്ല, വേറെ ചില പലതും കഴിക്കണ്ടാവും. നിരീക്ഷിച്ച് നമ്മൾ അവരെ കൊല്ലാനും തല്ലാനും ഇടിക്കാനും ഷണ്ട കൂടാനൊന്നും പോണ്ട, അവരെ കഴിച്ചോട്ടെ, നമ്മൾ ഇല്ലല്ലോ. കഴിക്കണ കാര്യത്തിലല്ലേ നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ളൂ, അല്ലാത്ത കാര്യത്തിലൊന്നും ഇല്ലല്ലോ. അപ്പം അല്ലാത്ത കാര്യത്തിലൊക്കെ യോജിച്ചൂടെ? അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തതും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാറ്റിനോടും ഒരു പ്രത്യേക ഒരു മനോഭാവം, ആ ജാതി ഒരു ശത്രുതയല്ല വെക്കേണ്ടത്. നമ്മളെപ്പോലെ തന്നെ ഓരോരുത്തർക്കും ഇഷ്ടവും ഉണ്ടാവും, അനിഷ്ടവും ഉണ്ടാവും. ഇപ്പം നമുക്ക് സാമ്പാർ ഇഷ്ടാച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടമാവണം നിർബന്ധിക്കാനൊന്നും നമുക്ക് വയ്യ. ചിലർക്ക് മോരൊഴിച്ചു കൂട്ടാനാവും ഇഷ്ടം, ആയിക്കോട്ടെ, നമുക്കത് ഇഷ്ടമല്ല, നമ്മൾ നിർബന്ധിക്കാൻ അയാൾക്കും വയ്യ. അപ്പം അതൊക്കെ ലോകത്തിൻ്റെ ഒരു സംഭവം. അതുകൊണ്ടല്ലേ കാളിദാസ മഹർഷി പണ്ട് പറഞ്ഞത് ഭിന്ന രുചിർഹി ലോക. ഓരോരുത്തരും ഓരോ താല്പര്യമുള്ളവരല്ലേ, എല്ലാവരും ഒരേ ജാതി. ഒരമ്മ പെറ്റ മക്കളെന്നെ 2 എണ്ണം. ചില കുടുംബത്തൊക്കെ പോയാൽ ഹോട്ടൽ പോലെ രാവിലെ ആകെ ഒരു തള്ളേ ഉണ്ടാവുള്ളൂ അമ്മ എന്ന് പറഞ്ഞത്. അതിന് 2 കയ്യേ ഉണ്ടാവുള്ളൂ. ചിലക്കിൽ 4 കൈയുള്ള അമ്മമാരൊക്കെ ഉണ്ട്, 5, 6 കണ്ടിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് ദോശ ഉണ്ടാക്കണം അമ്മ, മറ്റേ കൈ കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കും, മറ്റേ കൈ കൊണ്ട് അപ്പം പിട്ടുണ്ടാക്കണം. അപ്പോഴേക്ക് കടല വേണം ഒന്നിന്, മറ്റേന് ചെറുപയർ തന്നെ വേണം, മറ്റേനാണെങ്കിൽ ചട്നി ഇല്ലാണ്ട് പറ്റില്ല, സാമ്പാറും വേണം. അങ്ങനെ 6 കൈ കൊണ്ട് 6 പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലല്ലേ? ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വളർത്തും. എന്താ കാരണം? ഓരോന്നിനും ഓരോ രുചിയാണ്. അപ്പോൾ കുടുംബത്തെ അമ്മമാർ ഓരോ രുചിക്കൊന്നും പോകരുത്, ഒരു രുചിയിൽ ഉറപ്പിക്കണം കേട്ടോ. രാവിലെ എനിക്ക് വയ്യണ്ടേ പോകും. അർത്ഥം മനസ്സിലാവണില്ലേ? പറഞ്ഞതൊക്കെ മനസ്സിലാവില്ലേ? അങ്ങനെയൊക്കെയാണ്. എന്നുവെച്ചാൽ 5 കുട്ടികളും നമ്മുടെ കുടുംബത്തിൽ 5ൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങള് പലതരത്തിലാവേ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാൽ, അത് കുറ്റായിട്ട് പറയല്ല. നമ്മളെല്ലാറ്റിനെയും നോക്കിയും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയൊക്കെ ഒരു രൂപപ്പെടുത്തി നടക്കുക, എല്ലാറ്റിനോട് യോജിച്ച് ഇങ്ങനെ പോവുക എന്നല്ലാതെ എല്ലാം നമ്മൾ നടത്തണമെന്നോ എല്ലാറ്റിനെയും കളയണമെന്നോ അല്ല പറഞ്ഞത്. എന്നാലും യോജിക്കാവുന്ന തലത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? യോജിക്കാവുന്നതാണ്. എല്ലാറ്റിനും നമുക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തിനാ വിധത്തിലെങ്കിലും യോജിക്കാമല്ലോ. ഇവിടെ എന്താ വെച്ചാൽ ഈ മഹർഷിയുടെ ഒരു പിടിവാശിക്കാരനാണ് ഈ കുട്ടി ഈ ഒരു തരത്തിൽ അവിടെ എത്തിപ്പെട്ടത്. ഇല്ലെങ്കിൽ നല്ല മറ്റുള്ള സ്ത്രീകളെ ഈ കുട്ടി ഈ പെണ്ണുങ്ങളാണ് വന്നതെന്ന് മനസ്സിലായിച്ചാൽ ഇവരുടെ ഈ വശീകരണത്തിൽ ആര് പെട്ടുപോവില്ല? വാസ്തവത്തിൽ ആ കുട്ടിയെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വശീകരിച്ചു കൊണ്ടുപോയി തന്നെയാണ്. ഒന്നും നിശ്ചയില്ലാത്ത ആ കുട്ടിയെ വശീകരിച്ചു കൊണ്ടുപോയതല്ലേ. അതെന്തുകൊണ്ടാണ് വശീകരിക്കേണ്ടി വന്നത്? ഇതിന് അറിയായോണ്ടല്ലേ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട എങ്ങനെയൊക്കെ ഉണ്ടാവും മോനെ ലോകത്ത്. അപ്പം അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ നിന്നോളൂ. നമ്മുടെ പാകതയാണ് എല്ലാറ്റിലും കാര്യം ഇല്ലേ? അതുവഴി ഇടിയും വഴിയും പോണതൊന്നും. അപ്പുറത്തെ വീട്ടിലെ പനിയാണ് എൻ്റെ മകനെ കള്ളുകുടിയനാക്കി. എന്താ? അപ്പുറത്തെ വീട്ടിൽ പനി ഉണ്ടായിരുന്നു. ആ പന മകൻ എന്ത് ചെയ്യും? വിളിക്കും കള്ളു കുടിക്കാനേ. എന്നിട്ട് അങ്ങനെയാണ് ഇല്ലച്ചൻ്റെ മകൻ എന്തോ നല്ല മകനാ. ശരിയല്ലേ? ഇങ്ങനെയല്ലേ ലോകം. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ പനിയല്ല, ഇനി തെങ്ങല്ല, ഇനി അതിനേക്കാളും വീര്യം കൂടിയത് എന്താ വെച്ചാൽ ഉണ്ടായിക്കോട്ടെ. നമ്മൾ ഇതിന്റെ മണ്ടയിൽ കയറി ഇതൊക്കെ മാന്തി പൊളിച്ച് പനയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ടാപ്പ് വെച്ചെടുക്കണമെന്നല്ലോ. അതിന്റെ മണ്ടയിൽ കയറി മാന്തി പൊളിച്ചിട്ടാക്കിയിട്ടല്ലേ ഇത് കുടിച്ച് കഥയിലേണ്ടായിട്ട് വട്ടം തിരിയണത്. ഒരു കുറ്റാണോ? അങ്ങനെയാണ്. അങ്ങനെ അതിന്റെ ആവശ്യം. അത് പനയാണ് മോനെ, എൻ്റെ മുകളിൽ കള്ളൊക്കെ ഉണ്ടാവും, മാന്തി പൊളിച്ച് കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. വെറുതെ പനയുടെ ചുറ്റും നടന്നോളൂ, കുഴപ്പമൊന്നുമില്ല, തെങ്ങിന്റെ ചുറ്റും നടന്നോളൂ, നാളികേരം വിടാണ്ട് നോക്കിയാൽ മതി തലയിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവില്ലേ ഇന്നതാണ് വേണ്ടാത്തതാണ്, വേണ്ടതാണ്, നല്ലതാണ്, ചീത്തയാണ്, എടുക്കേണ്ടതാണ്, എടുക്കേണ്ടാത്തതാണ്, ആവശ്യമുള്ളതാണ്, ആവശ്യമില്ലാത്തതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടാത്തതാണ് എന്ന് മനസ്സിലാക്കി ഒരു വകതിരിവുന്നതിന് പറയും. ഇപ്പൊ കുട്ടികളെ നമ്മൾ വളർത്തുമ്പം മായാലോകത്തല്ല വളർത്തേണ്ടത്, വകതിരിവിലാണ് വളർത്തേണ്ടത്. എന്തിനാണ് വകതിരിവ്? എന്താ വകതിരിവ് പറഞ്ഞാൽ? വേണ്ടതെന്ത്, വേണ്ടാത്തതെന്ത്, എടുക്കേണ്ടതെന്ത്, എടുക്കേണ്ടാത്തതെന്ത്, കഴിക്കേണ്ടതെന്ത്, കഴിക്കേണ്ടാത്തതെന്ത്, അങ്ങനെയൊക്കെ ഒരു രൂപം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങാടിയിൽ ഇപ്പോൾ പൊടിയൊക്കെ പലതും കിട്ടാണ്ട് തിന്നാനേ, അത് തിന്നിട്ട് ഇങ്ങനെ വരും. എന്ത് പൊടി? പൊടിയുടെ പേര് നമുക്കറിയില്ല. പല ജാതി വില കൂടിയതും വില കുറഞ്ഞതും അർത്ഥം മനസ്സിലാവണില്ലേ പറയുന്നതൊക്കെ? എന്തൊക്കെ ഇപ്പം കടലാസ് വായിച്ചാൽ പേടിയാവണില്ലേ? അപ്പം നമ്മൾ വകതിരിവുണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്കൊരു പാകതയും പക്വതയും കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് സ്നേഹത്തോടെ നന്മകളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല വഴി. അത്യപകടമാകുമ്പോൾ ഒന്ന് ഇവിടെ പിടിച്ചിട്ടൊക്കെ അവിടെ
ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കാം. നല്ലോണം സ്നേഹിക്കുക, ഇടയ്ക്കൊക്കെ ശാസിക്കുക, നല്ലോണം സ്നേഹിക്കുക, ഇടയ്ക്കൊക്കെ ശാസിക്കുക, തിരുത്തിയും നേരെയൊക്കെ എങ്ങനെ തന്നെയാണ് പോവുക. അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളൊക്കെ എങ്ങനെയായിട്ട് എന്നിട്ട് തന്നെ നമ്മളൊക്കെ തന്നെ പറയണ്ട. നമ്മളൊക്കെ തന്നെ നേരെ അതിൻ്റെ കണക്ക് ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ചിലപ്പം തോന്നും, വല്ലാത്ത ജാതി ഇല്ലേ. ഇപ്പോൾ നാട്ടുകാർക്ക് എന്തൊക്കെ തോന്നുന്നുണ്ടാവും, ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ലോകം. അപ്പം അതുകൊണ്ട് നമ്മളെ പോലെ തന്നെയാണ് എല്ലാം. ഈ മഹർഷി ഈ വിധം പരിപാലിച്ചു കൊണ്ടുപോകുന്ന മകനാണ് ഈ ഋഷ്യശൃംഗകുമാരൻ. ആ കുമാരനെയാണ് അംഗരാജ്യത്ത് കൊണ്ടുവന്ന് ശാന്ത പറഞ്ഞ കുട്ടിയെ വെളിയിച്ചു കൊടുത്ത രാജാവ് പരിപാലിച്ച് മനസ്സിരുത്തി ബഹുമാനിച്ച് അങ്ങനെ മഴ പെയ്തു നന്മയുണ്ടായി. ആ മഹർഷിയെ നമുക്ക് എന്ത് ചെയ്യാം, വരുത്താം. അപ്പം എന്തുണ്ടാവും, മഹാകേമനാണേ, നല്ല സിദ്ധിയില്ല ആളല്ലേ. അപ്പം നമ്മുടെ യജ്ഞത്തിന് സിദ്ധി വേഗം ആയിക്കോട്ടെ, വിരോധമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഋഷ്യശൃംഗകുമാരനെ നമ്മൾക്ക് കൊണ്ടുവരാൻ തീരുമാനമായി. ആ കുമാരനെ ഋഷ്യശൃംഗൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് രാജാവിനെ ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, വേണ്ട മാതിരി വരുത്തിച്ചു. എന്നിട്ട് ചെയ്യാം വസിഷ്ഠര വാമദേവരൊക്കെ ചേർന്നിട്ട് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി. അവരാണല്ലോ പുരോഹിതന്മാർ, വസിഷ്ഠ വാമദേവാദി മഹർഷിമാർ. ഇവർ രണ്ടുപേരും കൂടി മനസ്സിരുത്തിയിട്ട് രാജാവിൻ്റെ യജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഈ യജ്ഞം നടത്തണം എന്ന് തീരുമാനിച്ച ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് വീണ്ടും എന്തുണ്ടായി, പുനഃപ്രാപ്തേ വസന്തേതു പൂർണ്ണേ ഒരു കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞു. വീണ്ടും ഒരു അപ്പൊ യജ്ഞത്തിന് തുടങ്ങിയിട്ട് 1-2 കൊല്ലമായിട്ടാണ് എന്ത് കഴിഞ്ഞത്. അന്ന് ആ രാജാവിന് ഇങ്ങനെ ഒരു യജ്ഞം നടത്താൻ ഇത്രയൊക്കെ ഒരുക്കങ്ങൾ നടത്തേണ്ടി വന്നു വെച്ചാൽ സാധാരണക്കാരനൊന്നും, ഒരു രാജാവ് ഒരുങ്ങിയിട്ട് ഇത്രയൊക്കെ സമയ കണക്ക് വേണ്ടി വന്നു എന്നാണ്. അങ്ങനെ വന്നപ്പോൾ എന്താണ്ടായി വെച്ചാൽ രാജാവ് അഭിവാദ്യ വസിഷ്ഠം ച ന്യായതഃ പ്രതിപൂജ്യ ച അബ്രവീൽ പ്രശ്രിതം വാക്യം പ്രസവാർത്ഥം ദ്വിജോത്തമം. അതുകൊണ്ട് എല്ലാ യജ്ഞ സംഭാരങ്ങളും ഒരുങ്ങി വന്ന സമയത്ത് മഹാരാജാവ് ചെന്ന് വസിഷ്ഠ മഹർഷി ഗുരുനാഥൻ്റെ അടുത്ത് വന്ന് തൊഴുതിട്ട് പറഞ്ഞു, ഗുരുനാഥ യജ്ഞോമേ ക്രിയതാം അല്ലേ, ഹേ ബ്രഹ്മൻ യജ്ഞോമേ ക്രിയതാം ബ്രഹ്മൻ യഥോക്തം മുനിപുംഗവ. ഹേ മഹർഷി ശ്രേഷ്ഠനായ അല്ലേ, അങ്ങ് എൻ്റെ ഗുരുനാഥനാണേ. അതുകൊണ്ട് മുനിപുംഗവനായ മഹാത്മാവേ, ബ്രാഹ്മണോത്തമ, അങ്ങ് എനിക്ക് വേണ്ട യജ്ഞം അല്ലേ, യജ്ഞം കഴിച്ചു തരണം, എനിക്ക് വേണ്ടി അങ്ങ് യജ്ഞം കഴിച്ചു തരണം എന്ന് പറഞ്ഞങ്ങോട്ട് തൊഴുതു. തടസ്സമൊന്നുമില്ലാത്ത മട്ടിലായിട്ട് തീരണം എൻ്റെ യജ്ഞം. അങ്ങ് ഉത്സാഹിച്ചാൽ എന്തുണ്ടാവില്ല, ഈ ഗുരുപ്രസാദം ഉണ്ടെങ്കിൽ ഒന്നിനൊരു തടസ്സവും ഉണ്ടാവില്ല. അങ്ങ് ഒന്ന് അനുഗ്രഹിച്ചു വെച്ചാൽ എൻ്റെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കും. രാജാവ് നല്ല വിനയവും ഭക്തിയൊക്കെ ഉള്ള ആളാണ്. അഹമ്മദിയൊന്നും ആർക്കില്ല. ദശരഥ നല്ല മഹായോഗ്യൻ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശരിയാവട്ടെ എന്നൊക്കെ പറഞ്ഞു. ശരി, വേണ്ടത് ചെയ്യുക, രാജാവിനെ അനുഗ്രഹിച്ച് ചെയ്യുക, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഏറ്റു, ഗുരുനാഥനെ ഏറ്റു. ക്രിയകളൊക്കെ തുടങ്ങി. തുടങ്ങിയപ്പോൾ എന്താണ്ടായിച്ചാൽ യജ്ഞകർമ്മത്തിന് പുറപ്പെട്ടു. ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച നല്ല വിദ്വാൻമാരെ പുരോഹിതന്മാരായിട്ടൊക്കെ കൊണ്ടുവന്നു. എല്ലാവരും ഒരുക്കി. ബ്രാഹ്മണരുണ്ട്, ക്ഷത്രിയരുണ്ട്, വൈശ്യര്, ശൂദ്രര്, അല്ലാത്തവരെ എല്ലാവരും, സ്ത്രീകള് എല്ലാവരും എവിടെ ഉണ്ട്. ഇതവിടെ നീ ആ യജ്ഞശാല എന്ന് പരിശോധിക്കുക കേട്ടോ. യജ്ഞം തുടങ്ങണ യജ്ഞശാലയാണ്. യജ്ഞശാല പരിശോധിക്കുമ്പോൾ അന്നത്തെ ഒരു രൂപരേഖ കിട്ടും. അന്നത്തെ അവിടുത്തെ ഒരു യജ്ഞ ആ സമൂഹത്തിൻ്റെ ഒരു ഛായാചിത്രം കിട്ടി. പറയുകയാണ്, രാജാവ് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. മന്ത്രിമാർക്കൊക്കെ നമ്മൾ ഓരോന്നിന് പുറപ്പെടുമ്പോൾ ഓരോന്നിന് കാര്യദർശികൾ വെക്കും. കാര്യദർശി എന്താർത്ഥം, എല്ലാറ്റിനും ഒരു പ്രധാനി ഉണ്ടാവും. അതിന് കമ്മിറ്റിയിലൊരു പ്രധാന തലവനും ഉണ്ടാവും, അതിന് അംഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ദേഹനത്തിൻ്റെ പ്രധാന ചുമതലയ്ക്ക് പിന്നെ അതിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. സഹായത്തിനും വേണ്ട ഒരു ചുറ്റുപാടൊക്കെ ആയിട്ട് എല്ലാറ്റിനും ഉണ്ട്. അങ്ങനെയല്ലേ നമ്മൾ പണ്ടും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പതിവ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും നല്ലോണം മനസ്സിരുത്തണം, എന്ത് ചെയ്യണം, എല്ലാവരും വിളിക്കണം. ഗ്രാമങ്ങളിൽ, ജനപദങ്ങളിൽ, പട്ടണങ്ങളിൽ, അതുപോലെ എല്ലാ ദിക്കിലും എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും വരണം. പോരാ, എന്ത് ചെയ്യണം, വന്നവർക്കൊക്കെ എന്ത് ചെയ്യൂ, ദാതവ്യമന്നം വിധിവൽ സൽകൃത്യമത്തു ലീലയാ. അവിടേക്ക് വരച്ചോളൂ, അടിയിൽ വരയ്ക്കേണ്ട. പുസ്തകത്തിൽ വരയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ വരയുണ്ടാവുള്ളൂ. പുസ്തകത്തിലിട്ടോ വരയ്ക്കാൻ നിൽക്കണ്ട, വരയില്ലാത്ത പേജ് ഉണ്ടാവില്ല. വരച്ചോളൂ നോക്കാൻ ഇറക്കി പറയുമ്പോഴേക്കും അങ്ങനെ വരയ്ക്കേണ്ട കേട്ടോ. വരച്ചോളൂ പറഞ്ഞാൽ ഉള്ളിൽ വരച്ചോളൂ എന്നാ, പുസ്തകത്തിൽ അവിടെ ഇരുന്നോട്ടെ. രാജാവ് പറഞ്ഞാണ്, ദാതവ്യം അന്നം ആർക്ക്, വിധിവൽ സൽകൃത്യ എന്നതു ലീലയ. വരണോർക്കൊക്കെ നല്ലോണം ആഹാരം കൊടുക്കണം. എന്താ പറഞ്ഞത്, ആ പ്രധാന ആദ്യം രാജാവ് പറഞ്ഞത് വരണോർക്കൊക്കെ ആദ്യം എന്ത് കൊടുക്കണം, ആദ്യം വരണോർക്ക് ആഹാരം നല്ലോണം കൊടുക്കണം. എങ്ങനെ കൊടുക്കണം, എങ്ങനെയാ കൊടുക്കേണ്ടത്, വേണമെങ്കിൽ
അങ്ങനെയൊന്നും കൊടുക്കരുത്. എങ്ങനെ കൊടുക്കണം? അത് പ്രത്യേകം നോക്കൂ. വിധിവൽ ചെന്നർത്ഥം എങ്ങനെയാണോ അന്നം ഒരാൾക്ക് കൊടുക്കേണ്ടത് എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞത്, ആ ശാസ്ത്രത്തിൽ പറഞ്ഞ മാതിരി എന്ത് ചെയ്യാവൂ? ശാസ്ത്രത്തിൽ പറഞ്ഞിട്ട് വിധി പോലെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഭക്തിയോടെ കൊടുക്കണം. ഈശ്വരന് കൊടുക്കും പോലെ എന്നൊക്കെ ഉണ്ട്. അതുപോലെ കൊടുക്കണം. എങ്ങനെ? സൽകൃത്യ പറഞ്ഞാൽ സൽക്കരിച്ചിട്ട്. സൽക്കാരം ചെണ്ട സൽക്കാരം ചെൽ കല്യാണത്തിന്റെ നമുക്ക് പെട്ടെന്ന് അങ്ങനല്ലേ പോയത്? അതല്ല. സൽകൃത്യ എന്ന് പറഞ്ഞാൽ സത്കരിക്കുക പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ബഹുമാനിച്ചൊരു സംഗതി കൊടുത്ത് സന്തോഷിപ്പിക്കണതിന് എന്ത് പറയുക? സൽക്കരിക്കുക എന്ന് പറയുക. സത്കരിക്കുക, ഒരു സത്തായിട്ട് കണക്കാക്കിയിട്ട് ബഹുമാനിച്ച് സന്തോഷിപ്പിക്കുക അദ്ദേഹത്തെ, അന്ന് സത്കരിക്കുക എന്ന് പറയുക. എന്തെങ്കിലും എങ്ങനെയെങ്കിലും വാരി വലിച്ചിട്ടെറിഞ്ഞ് കൊടുക്കണേനല്ല പറയുക. സൽക്കരിച്ച് എന്ത് ചെയ്യണം? കൊടുക്കണം. ലീലയ, അല്ലാതെ കളിയിൽ നിന്നും കൊടുക്കണം. കളിയും ചിരിയായിട്ടൊന്നും കൊടുക്കരുത്. ലീല പറഞ്ഞ കളിയണേ, നേരം പോക്കായിട്ടൊന്നും ആർക്കൊന്നും ചെയ്യാൻ പാടില്ല. നല്ലോണം ബഹുമാനിച്ച സൽക്കരിച്ച് ഒരാളെ വന്നവരെ അവരൂട്ടോ ഊണഴിച്ചല്ലേ, അവരും ഇരിക്കോ ഊണഴിക്കോ, അയ്യോ വേണ്ട, അങ്ങനെ പറയാൻ പാടില്ല. ഉണ്ണണം, ക്ഷീണുണ്ട്. ആർക്ക് വന്നേക്ക്. അപ്പൊ അദ്ദേഹത്തിന് ക്ഷീരണ്ടെന്ന് അദ്ദേഹത്തിന് ഇഷ്ടമല്ലേ? ആർക്ക് ഇഷ്ടണ്ട്? അങ്ങനെയൊക്കെ കൊടുക്കണം. രാജാവും അങ്ങനെയാ വേണ്ടത്. അപ്പൊ നല്ലോണം കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കേണ്ടത്? ബ്രാഹ്മണർക്കോ അല്ല, ക്ഷത്രിയർക്കോ വൈശ്യന്മാർക്കോ അല്ല, ശൂദ്രന്മാർക്കോ അല്ല, പിന്നെ ആർക്ക്? അതല്ലേ പറഞ്ഞത് സർവവർണാഹ. സർവവർണാഹ യഥാ പൂജാം പ്രാപ്നുവന്തി സുസൽകൃതാഹ. എല്ലാ വർണ്ണക്കാരും ഇവിടെ വന്ന് ബഹുമാന്യരാവണം. ബ്രാഹ്മണരായിക്കോട്ടെ, ക്ഷത്രിയരായിക്കോട്ടെ, വൈശ്യരായിക്കോട്ടെ, ശൂദ്രരായിക്കോട്ടെ, ഇവരൊക്കെ ഇവിടെ വന്നാൽ ബഹുമാന്യരായിട്ട് നമ്മൾ കണക്കാക്കി അവരെന്ത് ചെയ്യണം? സൽക്കരിക്കണം. ഒരാൾക്കും തോന്നി അവിടെ ചെന്നും വേണ്ട മധുരാജാവ് എന്നെ കണ്ട ഭാവം നടിച്ചില്ല, മിണ്ടിയില്ല, മുഖത്തേക്ക് നോക്കിയില്ല എന്നൊന്നും പറയണ ഒരു കഥ ഉണ്ടാവരുത്. വേണ്ട മാതിരി സൽക്കരിക്കണം. മാത്രല്ല പ്രയോക്തവ്യ കാമക്രോധവശാദപി. എന്തല്ലേ വിശദീകരിക്കണം നോക്കൂ. എന്നുവെച്ച അവജ്ഞാകർത്തവ്യ. ഒരിക്കലും നമ്മൾ ആരോടും അവജ്ഞ കാണിക്കരുത്. അവജ്ഞ ഇതൊക്കെ മലയാളം വാക്കല്ലേ? എന്താ അവജ്ഞ? ബഹുമാനക്കുറവ്, നിന്ദ, ബഹുമാനിക്കായ അപമാനിച്ചത് കൊണ്ടുള്ള പെരുമാറ്റം ഒന്നും ഒരാളെ കുറച്ച് കാണിക്കണേന് എന്ത് പറയുക? അവജ്ഞ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്നുവെച്ചാ അവജ്ഞ പ്രയോക്തവ്യ. ഒരു ദിക്കിലും നമ്മൾ അവജ്ഞ കാണിക്കരുത്. കാമക്രോധവശാദപി. കാമം കൊണ്ടോ ദേഷ്യപ്പെട്ടിട്ട് പോലും നമ്മൾ ഒരാളെ എന്ത് ചെയ്യരുത്? ദേഷ്യമൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ മനസ്ഥിതിയൊക്കെ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എങ്ങനെ ബഹുമാനക്കുറവൊക്കെ കാണിച്ചു എന്ന് വരും. ദേഷ്യം വന്നാൽ പോലും യജ്ഞശാലയിൽ പറഞ്ഞവരോട് അവജ്ഞ കാണിക്കരുത്. മാത്രമല്ല എന്ത് വേണം? എല്ലാവരും വേണ്ട മാതിരി ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ വേണ്ട മാതിരി ഉത്സാഹിച്ച് വേണ്ടത് ചെയ്യണം. എല്ലാവർക്കും സന്തോഷാവണം, ആഹാരം കിട്ടണം, ആരും വിഷമിക്കരുത്. ഇതൊക്കെ വേണം. എല്ലാവരും പറഞ്ഞാറും. രാജാവ് നോക്കൂല്ലേ എത്ര ഭംഗിയായിട്ടാ പറഞ്ഞ ഏർപ്പാടാക്കിയത്, സന്നാഹങ്ങളൊക്കെ ഇല്ല. എത്ര വലിയൊരു പരിപാടി. അതിലാരും ബഹുമാനക്കുറവോട് കൂടിയിട്ട് പോവാൻ ഇടവരരുതെന്ന് കണക്കാക്കിയിട്ടാ പറഞ്ഞത്. എന്നിട്ട് രാജാവ് എന്താ ചെയ്തെച്ചാൽ വീണ്ടും വീണ്ടും പറയണേ, ബ്രാഹ്മണരോ ക്ഷത്രിയരും വൈശ്യരും ഒക്കെ വന്ന കൂട്ടരെയൊക്കെ ബഹുമാനിക്കണം. അവജ്ഞയാതവ്യം കസ്യചിൽ ലീലയാപി. ദാനം കൊടുക്കുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത്. ആഹാരം കൊടുക്കുന്ന സമയത്തെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഈ ദാനം കൊടുക്കൂലോ. എന്തേ ദാനം കൊടുക്കുക പറഞ്ഞാൽ പശുവിനെയോ സ്വർണ്ണോ പണോ ഒക്കെ ആയിട്ട് ദാനം കൊടുക്കില്ലേ? ഈ ദാനം കൊടുക്കുമ്പോൾ എന്ത് വേണം? ചിലപ്പോൾ ദാനം കൊടുക്കണമെന്നൊക്കെ കേട്ടാൽ എന്തായാലും അവിടെ തിക്കും തിരക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആ വരി കണ്ടിട്ടില്ലല്ലോ. ഏത് വരി? അന്നത്തെ വരിയെ കുറിച്ചൊരു വിവരമില്ലാത്ത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ആളുകൾ വരുമ്പം ചിലപ്പോൾ എന്തുണ്ടാവും? ഒരു ചെറിയ തള്ളൊക്കെ. അപ്പൊ നമുക്ക് എന്ത് തോന്നും? തിക്കി തന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. അയ്യോ അങ്ങനെയൊന്നും പറയരുത്. വന്നവർക്ക് എന്താവും? എന്തായാലും ഇല്ലാത്തവരും വയ്യാത്തവരാണല്ലോ ഇതിനൊക്കെ വരിക. അപ്പൊ അവരുടെ ഉള്ളിലൊരു വേദന. പണം കുറെ കൊടുത്തു, എന്നിട്ട് ഒരു വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു കൊടുത്താൽ പണം ചെലവായി പോവും, മറ്റേത് ചെലവാകൂല്ല. ഏത്? ആ ചീത്തവാക്കിന്റെ വേദന ചെലവായി പോവുമോ? ഇല്ല, അതവിടെ വീണടക്കും. മറ്റേത് അങ്ങനെ ചെലവായി പോവുകയും ചെയ്യും. കണ്ടോ കഷ്ടമായില്ലേത്? ചെയ്യരുത്. അതുകൊണ്ട് അവജ്ഞയാനദാതവ്യം കസ്യചിൽ ലീലയാപിവ. നേരം പോക്കായിട്ട് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്? അവജ്ഞയാനദാതവ്യം, നിന്ദയോടെ കൊടുക്കരുത്. അവജ്ഞയാ കൃതം ദത്തം എന്തുണ്ടാവുമെന്നറിയോ? ഹന്യാൽ ദാതാരം നാത്ര സംശയം. നമ്മളിപ്പോൾ നിന്ദിച്ചുകൊണ്ട് ഒരാൾക്കൊരു സാധനം കൊടുത്താലേ ആ ദാനം കൊടുക്കണോനെ നശിപ്പിക്കും.
ഒരാൾക്ക് നമ്മൾ നിന്ദയോട് കൂടിയിട്ടൊരു വസ്തു കൊടുക്കുക വെച്ചാൽ അത് ദാനാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ദാനം എന്താ ഉണ്ടാവുക എന്നറിയും. ഗുണമല്ല ചെയ്യുക, എന്താ ചെയ്യുക? ദോഷം. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിന്ദിച്ചൊന്നും കൊടുക്കരുത് കേട്ടോ. കൊടുക്കുമ്പോൾ സന്തോഷമായിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതെ ഇരുന്ന് കൊടുക്കണ്ട. ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ട വെച്ചാൽ മതി. ഇഷ്ടക്കാരോടെ എന്ത് ചെയ്യരുത്. നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്തൊരു വസ്തു കൊടുക്കാൻ ഇഷ്ടമല്ല, എന്നാൽ പിന്നെ അയാൾ നിർബന്ധിക്കരുത്, കൊടുക്കണ്ട, മിണ്ടാണ്ടിരുത്. ചിലരങ്ങനെയുണ്ട്, ഒരു സാധനം കൊടുക്കാൻ ഇഷ്ടാവില്ല. ഈ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ വല്ലത് ദേഹത്തുനിന്ന് പറിച്ച് കൊടുക്കണ മാതിരി വല്ലാത്ത പറഞ്ഞാൽ അത്. എന്നാൽ ചിലരങ്ങനെയല്ല, അവരുടെ തലേനെ വേണമെങ്കിൽ എന്ത് ചെയ്യും, പറിച്ചങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ തോന്നും അല്ലല്ല ഇത് പോയില്ലോ, ഇനി ഇങ്ങനെ ചൊറിയെന്ന് എന്ത്. പിന്നെ ഇത് അങ്ങനത്തെ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ, പല ജാതി ആൾക്കാരാണ്. അപ്പം ആദ്യത്തെ കൂട്ടരെ നിർബന്ധിച്ച് കൊടുപ്പിച്ചാലൊന്നും ദാനാവില്ല. രണ്ടാമത്തെ കൂട്ടരാണെങ്കിലോ അവരെ നിന്ദിക്കുന്നില്ല, അവരതങ്ങനെ. ചിലരുടെ ഇല്ല വയ്യ എന്നൊക്കെ കേട്ടാൽ വെണ്ണ പോലെയാണ് ചിലരുടെ ഹൃദയം. എന്താണ് വെണ്ണ പോലെയുള്ള മനസ്സുള്ളവരുണ്ട്. ഈ വെണ്ണ എങ്ങനെയാ? വെണ്ണ ചൂട് തട്ടിയാ അപ്പോൾ ഉരുകും. അപ്പോഴാണ് മറ്റേ ചൂടായിട്ട് വരുന്നത്. എന്ത് ചൂട്? കഷ്ടപ്പാടിന്റെ ചൂടായിട്ട് വന്ന് ഇയാളുടെ അടുത്ത് നിന്നപ്പോൾ ഇയാളുടെ ഉരുകിപ്പോയി. എന്ത്? ആ ഹൃദയം ഉരുകിപ്പോയി. അങ്ങനെ കണ്ട വല്ലാത്ത വിഷമാണ്. അതിന് വിഷമം കേട്ട അപ്പം സങ്കടം പറഞ്ഞു വേഗമൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ഭാവങ്ങൾ എല്ലാവരും പറ്റിക്കുകയും ചെയ്യൂട്ടോ. അതുണ്ട്. ശുദ്ധ മനസ്സുള്ളവരാവേ അതുണ്ട്. അങ്ങനെ ആളുകൾ പറ്റിച്ചാൽ നേരെ വലിയൊരു കാലത്ത് മഹാപാതകമാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യരുത്, അവജ്ഞയായിട്ട് ഒരാൾക്കൊന്നും കൊടുക്കരുത്. നേരം പോക്കിൽ കൊടുക്കുകയാണെങ്കിൽ പോലും അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നല്ലോണം ബഹുമാനിച്ച് മനസ്സിരുത്തിയിട്ട് കൊടുക്കണം എല്ലാവർക്കും. ഇതൊക്കെ രാജാവിൻ്റെ നിർദ്ദേശങ്ങളാണ്. യജ്ഞം നടത്തുമ്പോൾ എന്തൊക്കെയാ വേണ്ടോ എന്നിട്ട് ഇതൊക്കെ തീരുമാനിച്ചതിൻ്റെ ശേഷം അഥ സംവത്സരേ പൂർണ്ണേ, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പം എത്രയും കൊല്ലം? യജ്ഞം തീരുമാനിച്ചിട്ട് 2 കൊല്ലപ്പം കഴിഞ്ഞു. അഥ സംവത്സരേ പൂർണ്ണേ തസ്മിൻ പ്രാപ്തേ തുരംഗമേ സരൈവാശ്ചോത്തരേ തീരേ രാജ്ഞോ യജ്ഞോഭ്യവർത്തത. അങ്ങനെ യജ്ഞാശ്വം എന്ന് പറഞ്ഞാൽ അശ്വമേധാണല്ലോ. അശ്വമേധം പറഞ്ഞാൽ യജ്ഞാശ്വം നാടാന്തരം ഇങ്ങനെ നടക്കും. എന്നിട്ട് യജ്ഞാശ്വം ആ നാടൊക്കെ കഴിഞ്ഞ് കടന്ന് തിരിച്ചവിടെ എത്തണം. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയാലേ എന്തുണ്ടാവുള്ളൂ? യജ്ഞമാവുള്ളൂ. അപ്പൊ ഈ യജ്ഞത്തിന്റെ അശ്വം പോകുന്ന തുരങ്കമെന്ന് പറഞ്ഞ കുതിരയാണ്. യജ്ഞാശ്വം തിരിച്ചവിടെ എത്തി. കൊട്ടാരത്തിൽ എത്തിയപ്പോഴാണ് ഋഷ്യശൃംഗം പുരസ്കൃത്യ, ഋഷ്യശൃംഗ മഹർഷികുമാരനെ മുമ്പിൽ നിർത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ടാ ചെയ്യിച്ചത്. ഋഷ്യശൃംഗം പുരസ്കൃത്യ കർമ്മചക്രുർദ്വിജഋഷഭാഹ. അങ്ങനെ ഋഷ്യശൃംഗകുമാരനെ മുമ്പിൽ നിർത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ടാണ് എന്ത് ചെയ്യിച്ചത്? ഈ യജ്ഞക്രിയൊക്കെ വേണ്ട മാതിരി ചെയ്യിച്ചതെന്ന് പറയും. അത് വേണ്ട മാതിരി ചെയ്തു. അങ്ങനെ യജ്ഞശാലയിലാണെങ്കിൽ ആളുകൾ ധാരാളം വരും. ഈ വന്നവരാണെങ്കിലോ വലിയ വലിയ ആൾക്കാരുണ്ട്, പാവങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും ഉണ്ടാവില്ല പരിപാടിയിലൊക്കെ വരില്ലേ. ഈ വരണവരെയൊക്കെ എന്ത് ചെയ്തു? രാജാവ് നല്ലോണം സന്തോഷിപ്പിച്ചു. ആഹാരമൊക്കെ കൊടുക്കുക, വേണ്ട മാതിരി വിശ്രമിക്കാനും വെള്ളവും ഉടുപ്പും നടപ്പും ഒക്കെ കൊടുത്തിട്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. യജ്ഞശാലയ്ക്കൊരു ബഹളം. എന്തല്ലേ ബഹളം? എന്ത് ബഹളം? അട്ടഹാസല്ല. അവിടെ കേൾക്കണ ബഹളം എന്താണെന്നറിയൂ? അതല്ലേ പറഞ്ഞത്? നോക്കൂ, പ്രത്യേകം പറയാണ് അവര് ബ്രാഹ്മണാഹ ഭുഞ്ചതേ. എന്താ? ബ്രാഹ്മണ ഭുഞ്ചതേ. ബ്രാഹ്മണർ നല്ലോണം കഴിക്കേണ്ട. നാഥവന്തശ്ച ഭുഞ്ചതേ. ശൂദ്രന്മാര് ധാരാളം കഴിക്കുന്നുണ്ട്. താപസാഹ ഭുഞ്ച. ഇപ്പൊ ബ്രാഹ്മണര് നന്നാറ് ആഹാരം കഴിക്കേണ്ട, ശൂദ്രന്മാര് നല്ലോണം കഴിക്കേണ്ട എന്ന് പറഞ്ഞ എന്ത് കൂടി കിട്ടി? എന്ത് കിട്ടി? ആദ്യത്തെ കൂട്ടരെയും ഒടുക്കത്തെ കൂട്ടരെയും പറഞ്ഞു. അപ്പൊ എന്ത് കിട്ടി? അതിന് അടുക്കുള്ളവർ കഴിക്കുന്നതായി. അതിന് പ്രത്യേകം പറയണ്ടേ? ബ്രാഹ്മണ ഭുഞ്ചതേ നിത്യം നാഥവന്തശ്ച ഭുഞ്ചതേ താപസാ ഭുഞ്ചതേ. താപസന്മാര്, ഈ മഹർഷിമാര് താപസന്മാരൊക്കെ നല്ലോണം ആഹാരം കഴിക്കണ്ടേ? മാത്രല്ല ശ്രമണ ഭുഞ്ചതേ തഥാ. ശ്രമണന്മാരാ പറഞ്ഞാൽ സന്യാസിമാര്. അപ്പൊ താപസന്മാര് സന്യാസിമാര് ഒന്നല്ലേ? അതാ പുതിയ പുലിവാല്. എന്ത് അല്ലേ? താപസന്മാര് സന്യാസിമാരൊക്കെ ഒന്നല്ലേ? ഇതാരും ഉണ്ടാത്തത്. നമ്മുടെ ഇടയിലെ മുനിയുണ്ട്, മഹർഷിയുണ്ട്, ഋഷിയുണ്ട്, സന്യാസിയുണ്ട്, പിന്നെന്താ ഉള്ളത്? യോഗികളുണ്ട്. ഇതൊക്കെ എന്താ സാധനം? നമ്മുടെ കണക്കിനൊക്കെ കാവ്യ. എന്താ? തടി പിന്നെ മുടി, ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ കണക്കാക്കിയത്. ഇതൊക്കെ വേറെ വേറെ സാധനങ്ങളാ, വേറെ വേറെയാണേ. എന്താ ഈ സന്യാസി? ചെന്തർത്ഥം സന്യാസി? സന്യാസി പറഞ്ഞാല് സ്വന്തമായിട്ട് ആർക്കാപ്പം എന്താ ഉള്ളത്? അങ്ങനെയില്ല. സന്യാസിച്ചതല്ല. സന്യാസി എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാല് അദ്ദേഹം കാമ്യങ്ങളായ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച ആളാണ്. ആര്?
സന്യാസി എല്ലാ വൈദികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ആത്മാരാമഭാവേന യദൃച്ഛാലാഭസന്തുഷ്ടിയോടെ സഞ്ചരിക്കുന്നവന്റെ പേരാണ് എന്ത്? സന്യാസി. സന്യാസിക്ക് താമസിക്കില്ല, താമസിച്ച സന്യാസി അല്ലാണ്ടേ. സന്യാസിക്ക് എവിടെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം ഒരുത്തേക്ക് താമസിക്കാം, 3-ാമത്തെ ദിവസം അവിടെ താമസിക്കാൻ പാടില്ല എന്നാണ്. അത്രയ്ക്ക് അങ്ങനെയാണ്. എന്താ കാരണം എന്നറിയോ? ഇപ്പൊ 2 ദിവസം താമസിച്ചു, 3-ാമത്തെ ദിവസം കൂടി താമസിച്ചു